ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ളവരെ, ഹദീസ് പാഠം എല്ലാ റമദാനിലും വിസ്ഡം യൂത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിലും മലയാളികളുള്ള ഇടത്തൊക്കെ ഹദീസ് പാഠമെന്ന പേരിൽ ഓരോ ഹദീസുകളുടെ വിശദീകരണങ്ങൾ നൽകാറുണ്ട്. ഹദീസ് പാഠം പള്ളിയിലും മറ്റും എത്തിക്കേൾക്കാൻ കഴിയാത്ത വനിതകൾക്കും അങ്ങനെ നമ്മുടേതല്ലാത്ത പള്ളികളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും സൗകര്യത്തിനു വേണ്ടി ഇങ്ങനെ 30 ദിവസത്തെ ഹദീസുകൾ യൂട്യൂബ് ലിങ്കാക്കി നൽകുകയാണ്. ദിവസവും ഈ കാര്യം ശ്രദ്ധിക്കുകയും ഒരറിവ് നേടുക എന്നുള്ള നിലക്ക് നമ്മൾ ചിലവഴിക്കുന്ന ഈ കുറഞ്ഞ സമയം പരലോകത്തേക്ക് ഉപകാരപ്പെടുകയും ഈ അറിവിൽ നിന്ന് എന്തെങ്കിലും പകർത്തുമ്പോൾ അത് നിത്യമായി ജീവിതത്തിൽ വലിയൊരു വസന്തം തീർക്കുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഒന്നാമത്തെ ഹദീസ് നിയ്യത്തിൻ്റെ പ്രാധാന്യമാണ്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അടിസ്ഥാനമാണ് നിയ്യത്ത്. പ്രതിഫലം ആഗ്രഹിക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും യഥാർത്ഥത്തിൽ നിയ്യത്തു തന്നെയാണ്. പ്രവർത്തനങ്ങൾക്ക് നിയ്യത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് രണ്ടും വ്യത്യസ്തമായി തന്നെയാണ് ആ കർമ്മത്തിൻ്റെ പ്രതിഫലം നിലകൊള്ളുക. പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് അനിവാര്യമാണെന്ന് പ്രധാനപ്പെട്ട ഒരു ഹദീസിലൂടെ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമാണ്. അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് وإنما لكل امرئ ما نوى ومن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته للدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടതായി അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. ഏതൊരാൾക്കും ഉദ്ദേശിച്ചതേ കരസ്ഥമാവുകയുള്ളൂ. വല്ലവനും അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും പലായനം ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ പലായനം അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കുമായിരിക്കും. പ്രത്യുത വല്ലവൻ്റെയും പലായനം ഐഹിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുവാൻ വേണ്ടിയോ ആണെങ്കിൽ അവൻ ഹിജ്റ ചെയ്തതിലേക്കായിരിക്കും. അയാൾ അതുമാത്രമായിരിക്കും അയാൾക്ക് ലഭിക്കുക. ഹിജ്റയുടെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയതാണ് പരലോകത്ത് മോക്ഷത്തിനു വേണ്ടിയും പരലോകത്ത് പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടിയുമാണ് ഹിജ്റ നടത്തേണ്ടതെന്ന്. നോമ്പിനും നീയത്തുണ്ടാവൽ അനിവാര്യമായ കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പുകൾ വെറുതെയായി പോകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നാളത്തെ നോമ്പ് ഞാൻ നോൽക്കുമെന്ന് മനസ്സിൽ കരുതലാണ് നീയത്ത്. നീയത്ത് മനസ്സിൻ്റെ പ്രവർത്തനമാണ്. നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിനെ നീയത്തെന്ന് പറയുകയില്ല. നിർബന്ധ നോമാണെങ്കിൽ പ്രബോധോദയത്തിന് മുമ്പ് തന്നെ നോമ്പെടുക്കാനുള്ള ഉദ്ദേശം തീരുമാനമുണ്ടായിരിക്കണം. അൻ ഹഫ്സത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ലം യുജ്മഉ സിയാമു ഖബ്ല അൽ ഫജ്ർ ഫലാ സിയാമ ലഹു. ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന വേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രഭാതത്തിന് മുമ്പായി നിയ്യത്ത് ചെയ്യാത്തവന് നോമ്പില്ല. സുന്നത്ത് നോമ്പാണെങ്കിൽ ഫജ്റിന് ശേഷം പകൽ സമയത്ത് തീരുമാനമെടുത്താൽ മതി. അതിനു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെയും ചെയ്തികളുടെ പിൻബലം ഈ ഒരു ചര്യക്കുണ്ട്. റമദാനിലെ നോമ്പ് തുടർച്ചയായി എടുക്കുന്ന നോമ്പുകളായതിനാൽ ആദ്യ ദിവസം തന്നെ തുടർച്ചയായി നോമ്പെടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പിന്നെ ഓരോ ദിവസവും പ്രത്യേകം നിയ്യത്ത് ചെയ്തില്ലെങ്കിലും വിരോധമില്ലെന്ന് അഭിപ്രായമുണ്ട്. സൂക്ഷ്മത നിയ്യത്ത് വെക്കുന്നത് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിയ്യത്തില്ലാതെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. നിയ്യത്ത് ഉറക്കെ പറയുന്ന രീതി നാടുകളിൽ കണ്ടുവരുന്നുണ്ട്. ഇത് സുന്നത്തിന് വിരുദ്ധമായ കാര്യമാണ്.
നിയ്യത്ത് ഹൃദയത്തിൽ കരുതുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരാൾ നിയ്യത്ത് ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ഏറ്റുചൊല്ലുന്നതിനും നബിചര്യയിൽ തെളിവില്ല. നബിചര്യയിൽ തെളിവില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ഈ ഒരു നിയ്യത്ത് എന്നതിൻ്റെ വിവക്ഷ ഒരു കർമ്മം ചെയ്യാനുള്ള മനസ്സിൻ്റെ ഉദ്ദേശമാണ്. അത് നാവുകൊണ്ട് പറയേണ്ടതില്ല, മറിച്ച് അത് ചൊല്ലിപ്പറയുന്ന രീതി അറബിയിൽ തലഫുൽ എന്നാണ് പറയുക, നിയ്യത്ത് എന്നല്ല. ഹദീസുകളിൽ വന്നത് നിയ്യത്ത് വേണമെന്നാണ്, തലഫുൽ വേണമെന്നല്ല. അതുകൊണ്ട് ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ ആ നിയ്യത്ത് മനസ്സിൽ കരുതുകയാണ് വേണ്ടത്. അള്ളാഹു നമ്മുടെ നോമ്പിൻ്റെ നിയ്യത്തിനെ നന്നാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.